വോട്ടർ പട്ടിക ക്രമക്കേട് ആരോപണത്തിൽ മാധ്യമങ്ങൾ പലതവണ ആവർത്തിച്ചിട്ടും ചോദിച്ചിട്ടും ഇതുവരെ പ്രതികരിച്ചിരുന്ന കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഇന്ന് മൗനം വെടിഞ്ഞു. ആരോപണം ഉന്നയിച്ചവർ വാനരന്മാരെന്ന് അധിക്ഷേപിച്ചുകൊണ്ടായിരുന്നു സുരേഷ് ഗോപിയുടെ മറുപടി. കേൾക്കാം. നിങ്ങൾ ഉന്നയിച്ച വിഷയങ്ങൾക്കെല്ലാം ഇന്ന് ചീഫ് ഇലക്ഷൻ കമ്മീഷൻ മറുപടി പറയും. എന്തുകൊണ്ട് ഞാൻ മറുപടി പറഞ്ഞില്ല? മറുപടി പറയേണ്ടത് അവരാണ്. ഞാൻ മന്ത്രിയാണ്. ആ ഉത്തരവാദിത്വം ഞാൻ പെർഫെക്റ്റായിട്ട് കീപ്പ് ചെയ്തിട്ടുണ്ട്. മറുപടി പറയേണ്ടവർ ഇന്ന് മറുപടി പറയും. ചോദ്യങ്ങൾ കൂടുതലുണ്ടെങ്കിൽ അവരോട് ചോദിച്ചോളും. ഇല്ലെങ്കിൽ പിന്നെ അവരത് സുപ്രീം കോടതിയിൽ എത്തിക്കുമ്പോൾ സുപ്രീം കോടതിയോട് നിങ്ങൾ പോയി ചോദിച്ചാൽ മതി കേട്ടോ. ഇവിടുന്ന് കുറച്ച് വാനരന്മാർ ഇറങ്ങിയല്ലോ, ഓരോ ഉന്നയിക്കലുമായിട്ട്. അവരൊക്കെ അങ്ങോട്ട് പോകാൻ പറ. അക്കരെ ആയാലും ഇക്കരെ ആയാലും അവിടെ പോയി ചോദിക്കാൻ പറ. എന്നാൽ കേന്ദ്രമന്ത്രിയുടെ അധിക്ഷേപത്തിന് അതേ നാണയത്തിൽ തിരിച്ചടിച്ചിരിക്കുന്നു തൃശൂർ DCC പ്രസിഡന്റ് ജോസഫ് താജറ്റും. ഉന്നയിച്ചവർ കണ്ണാടിയിൽ നോക്കിയുള്ള പരാമർശമെന്ന് DCC പ്രസിഡന്റിന്റെ മറുപടി കേൾക്കാം. ശ്രീ സുരേഷ് ഗോപി അദ്ദേഹം വോട്ടർ പട്ടികയിൽ നടത്തിയ ക്രമക്കേടിനെ സംബന്ധിച്ച് അദ്ദേഹം മറുപടി പറഞ്ഞത് കണ്ണാടിയിൽ നോക്കിക്കൊണ്ടാണെന്നാണ് ഞങ്ങൾക്ക് പറയാൻ. അതുകൊണ്ടാണ് അത്തരത്തിലൊരു പ്രയോഗം നടത്താൻ അദ്ദേഹം തയ്യാറായത്. അദ്ദേഹം വാ തുറന്നിരുന്നില്ല എത്ര ദിവസം. ഇപ്പോൾ വാ തുറന്നത് ഇത്തരത്തിൽ തൃശ്ശൂരിലെ ജനങ്ങളെ അപമാനിക്കുന്ന തരത്തിലായത് വളരെ ഖേദകരമാണ്. അദ്ദേഹം ഇതൊക്കെ ഉപയോഗിക്കുന്നത് അദ്ദേഹത്തിൻ്റെ സംസ്കാരമാണ്. അതേ രീതിയിൽ മറുപടി പറയാൻ കോൺഗ്രസ്സുകാരായ ഞങ്ങളെ ആ സംസ്കാരം അനുവദിക്കുന്നില്ല. ക്രമക്കേടിനെ കുറിച്ചുള്ള പരാതിയിൽ തെളിവുകൾ കൈമാറാൻ ആവശ്യപ്പെട്ട് TN പ്രതാപന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നോട്ടീസ് അയച്ചു. VS സുനിൽകുമാറിന്റെ പരാതിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അന്തിമ തീരുമാനം ചൊവ്വാഴ്ചയുണ്ടാവും. ജേസൺ ചമോളപ്പിലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ജേസൺ ചമോളപ്പിൽ, ഒടുവിൽ മൗനത്തിന്റെ വാൽമീകത്തിൽ നിന്ന് സുരേഷ് ഗോപി പുറത്തിറങ്ങി. മൗനം വെടിഞ്ഞപ്പോൾ പക്ഷേ വാനരസേന എന്ന അധിക്ഷേപം എങ്ങനെയാണ് പ്രതികരിച്ചത്? എന്തായിരുന്നു തിരിച്ചുള്ള പ്രതികരണങ്ങൾ? അരുൺകുമാർ, കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി നീണ്ട കാലങ്ങളായി തുടർന്ന മൗനം ഭംഗം വന്നിരിക്കുന്നു. അദ്ദേഹം പ്രതികരിച്ചിരിക്കുന്നു. പക്ഷേ രണ്ട് വാചകങ്ങളാണ് അദ്ദേഹം പ്രതികരിച്ചത്. ഒന്ന്, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മറുപടി പറയാൻ. രണ്ട്, വാനരന്മാർ എന്ന ആക്ഷേപിച്ചുകൊണ്ടുള്ള ഒരു മറുപടി എന്നതാണ് പ്രധാനമായും DCCയും ആരോപിക്കുന്നത്. DCC അതിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു വിഷയങ്ങളോട് നിശബ്ദത പാലിച്ചുകൊണ്ട് ആ വിഷയങ്ങൾ സ്വാഭാവികമായും അതിൻ്റെ കാലം കഴിയുമ്പോൾ, അതിൻ്റെ ആയുസ് തുടങ്ങുമ്പോൾ ആ വിഷയം അവസാനിക്കും. അത്തരത്തിലുള്ളൊരു സ്ട്രാറ്റജിയാണ് സുരേഷ് ഗോപി ഉപയോഗിക്കുന്നതെന്നാണ് നമുക്ക് ഇതുവരെയുള്ള കാര്യങ്ങളെ വിശകലനം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. ഒരു വിഷയങ്ങളോട് തുടർച്ചയായി പ്രതികരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് പോകും. അത്തരം പ്രശ്നങ്ങളിലേക്ക് പോകേണ്ടതില്ല എന്ന നിർദ്ദേശം അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് എന്നാണ് നാം മനസ്സിലാക്കുന്നത്. കൂടുതൽ പ്രതികരിച്ചുകൊണ്ട് സംഭവം കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് പോകേണ്ട, നേരെ മറിച്ച് ഒരു വിഷയമുണ്ടായാൽ അതിന് സ്വാഭാവികമായൊരു അന്ത്യം, അതുവരെ നിശബ്ദമായിരിക്കുക എന്ന പുതിയ സ്ട്രാറ്റജിയാണ് അദ്ദേഹം ഇവിടെ പയറ്റുന്നതെന്നാണ് നമുക്ക് തോന്നുന്നത്. ഇടയ്ക്കിടെ തൃശ്ശൂരിൽ വന്ന് പരിപാടികൾ അറ്റൻഡ് ചെയ്ത് നിശബ്ദമായി മടങ്ങിപ്പോകുന്ന സുരേഷ് ഗോപിയാണ് കഴിഞ്ഞ കുറേ നാളുകളായി നാം കാണുന്നത്. അരുൺകുമാർ.